കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയായ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടും സംഭവത്തിൽ കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ചും കോളേജിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തി. ശനിയാഴ്ച BJP ജില്ലാ കമ്മിറ്റിയുടെയും AIYFന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയനും കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. അക്രമാസക്തരായ പ്രവർത്തകർക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. സംഭവത്തിൽ തെളിവ് ശേഖരണം പൂർത്തിയായി. കോളേജിലും ഹോസ്റ്റലിലും പോലീസ് പരിശോധന നടത്തി. പരിശോധനയിൽ കത്തിയും കരിങ്കൽ കഷ്ണങ്ങളും വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച കോമ്പസും ഡംബലുകളും കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ റാഗിങ്ങിന് ഇരയായ മറ്റ് 4 വിദ്യാർത്ഥികൾ കൂടി പരാതി നൽകി. ഇരയാക്കപ്പെട്ട 6 വിദ്യാർത്ഥികളിൽ ഒരാൾ മാത്രമായിരുന്നു നേരത്തെ പരാതി നൽകിയത്. സംഭവത്തിൽ പരാതിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. പിറന്നാൾ ആഘോഷത്തിന് പണം നൽകാത്തതാണ് റാഗിങ്ങിന് കാരണമായതെന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ മൊഴി നൽകി. സംഭവത്തിന് പിന്നാലെ പുറത്തുവന്ന ദൃശ്യങ്ങൾ ഡിസംബർ 13-ന് ചിത്രീകരിച്ചതാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പരാതിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 3-ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, രാഹുൽ രാജ്, റിജിൽ, വിവേക്, ജീവ എന്നിവരാണ് കേസിലെ പ്രതികൾ. 5 പേരും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇനി ഈ 5 പ്രതികളുടെയും തുടർ പഠനം തടയാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. 1-ാം വർഷ വിദ്യാർത്ഥിയെ 3-ാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.